ബാച്ചിലേഴ്സിനും കുക്ക് ചെയ്യാൻ സമയമില്ലാത്തവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു DJ ഫാമിലി. ഞാനിവിടെ ഒരു വലിയ സവോള കുഞ്ഞിതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് വേപ്പിൻ്റെ ഇല, ഒരു കുഞ്ഞ് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ എടുത്ത് വയ്ക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മസാലപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. എരിവെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് ഇടാട്ടോ. ഞാനിവിടെ 1/2 സ്പൂണ് മുളക് പൊടിയും 1/4 സ്പൂൺ പെപ്പർ പൗഡറും ഒരു പിഞ്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായ പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, വേപ്പില, സവാള എന്നിവ ഇട്ട് കൊടുക്കുക. സവാള ഒരുവിധം വഴണ്ടി വന്നാൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇവയുടെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനു മുൻപ് ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും എല്ലാം നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ടയെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചോറിട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയെടുക്കാം. അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഇടുന്നില്ല. നല്ല സ്വാദിഷ്ടമായ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ.